മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് സാധാരണഗതിയിൽ ഈ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ: യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1/2 + 1/4 + 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2n is equal to 1 - 1/2n. ദെൻ നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ എന്നെഴുതണം. ലെറ്റ് പി ഓഫ് എൻ 1/2 + 1/4 + 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2n ഈക്വൽ ടു 1 - 1/2n. ഇപ്പം സാധാരണഗതിയിൽ ക്വസ്റ്റ്യനിൽ പി ഓഫ് എൻ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, തന്നിട്ടില്ലെങ്കിൽ നമ്മളത് പി ഓഫ് എൻ എന്നെഴുതുക. ഇനി മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് n 1 ആകുമ്പോൾ, അതായത് പി ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് n 1 ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോർ n = 1 പി ഓഫ് 1 അപ്പോൾ എന്ത് വരും? ഇവിടെ n 1 കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ ജനറൽ ടേം എന്ന് പറയുന്നത് 1/2n ആണെന്നുള്ളത് ഓർക്കുക. ഇത് കണക്ക് സീരീസ് ആയിട്ട് തന്നിരിക്കുന്നതിൽ n 1 കൊടുക്കുമ്പോൾ നിങ്ങൾ LHS ഫസ്റ്റ് ടേം മാത്രം എടുക്കുക. അപ്പോൾ 1/2 ഈക്വൽ ടു RHS എന്ത് വരും? RHS ഈ n 1/2n n പകരം 1 കൊടുക്കുക. 1 - 1/2 എന്നാണ് വരുന്നത്. അപ്പോൾ LHS എന്ത് വരും? ഇതിനകത്ത് LHS ഈക്വൽ ടു 1/2, RHS ഈക്വൽ ടു 1 - 1/2. 1/2 1/2 ദാറ്റ് ഈസ് 1/2 തന്നെ. അപ്പോൾ LHS RHS ഈക്വൽ ആണല്ലോ. ദെർഫോർ LHS ഈക്വൽ ടു RHS. ദെർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം പി ഓഫ് n ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു 1. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആയി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് n ഈസ് ഈക്വൽ ടു kയ്ക്ക് പി ഓഫ് n ട്രൂ ആണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് പി ഓഫ് n ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k. n ഈസ് ഈക്വൽ ടു kയ്ക്ക് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് അസ്യൂം ദാറ്റ് n ഈസ് ഈക്വൽ ടു k ആകുമ്പോൾ നമ്മൾ പി ഓഫ് k എന്നാണ് പറയുന്നത്. പി ഓഫ് k അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. പി ഓഫ് k എഴുതുമ്പം LHS നോക്കുക. 1/2 + 1/4 + 1/8 പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ പോകണം. 1/2k എന്നെഴുതുക. k ടേംസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ദാറ്റ് ഈസ് 1/2 + 1/4 + 1/8 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് 1/2n വരും 1/2k എന്നെഴുതുക. അപ്പോൾ ഇത് k ടേംസ് ഉണ്ടാവും. അവർക്ക് ഇത് 1/2, ഇത് 1/2², 1/2³ ഒക്കെയാണ്. 2³ 8 ആണല്ലോ, 1/2³ ആണിത്. അങ്ങനെയാണ് പോകുന്നത്. ഈക്വൽ ടു RHS എന്താണ്? RHSൽ ഈ n പകരം 1 - 1/2n ആണല്ലോ, അതിനകത്ത് n പകരം k കൊടുക്കുക. 1 - 1/2k ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് n = k+1 ആകുമ്പോൾ പി ഓഫ് n ട്രൂ ആണെന്നാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of n is true for n is equal to k+1. ഇനി k+1 ആകുമ്പോൾ P of n ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? P of k+1 n k+1 ആകുമ്പോൾ നമുക്ക് P of k+1 എഴുതാം സ്റ്റേറ്റ്മെൻറ്റിന്. 1/2 + 1/4 + 1/8 പ്ലസ് എക്സെട്ര പ്ലസ്. അപ്പം ശരിക്കും വേണ്ടത് 1/2k+1 എന്നാണ് വരേണ്ടത്. അതായത് n പകരം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ n പകരം k+1 കൊടുക്കുക. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എപ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. പി ഓഫ് k ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പി ഓഫ് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ സൗകര്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 1/2 എഴുതി. ഇപ്പോൾ P(k) വരെ നമ്മൾ എഴുതി. അടുത്ത ടേം ആയിട്ട് K+1 1/2 എഴുതുക. ഇതാണ് P(k+1). അപ്പോൾ അതിന് P(k)യും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ എഴുതാൻ. P(k) വരെ k ടൈംസ് P(k+1) എന്ന് പറയുമ്പോൾ K+1th ടേമായിട്ട് 1/2 ഈക്വൽ ടു RHSൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് എന്ത് കൊടുത്താൽ മതി, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം K+1 കൊടുത്താൽ മതി. 1 - 1/2 ഈസ് ട്രൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് LHS എടുക്കാം. LHS ഈക്വൽ ടു 1/2 + 1/4 + 1/8 + etc. + 1/2k + 1/2k+1 ഈക്വൽ ടു. ഇതിനകത്ത് ഇത്രയും ഭാഗം എന്തുണ്ട്, P(k)യിൽ ഉൾപ്പെട്ടതാണ്. ഇത്രയും ഭാഗം 1/2k വരെയുള്ളത്. നോക്കിയേ, 1/2k. അതിൻ്റെ വാല്യൂ 1 - 1/2k ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിവിടെ ഉപയോഗിക്കാം. 1 - 1/2k എന്ന് കൊടുക്കുക ഇത്രയും ഭാഗത്തിന്. ഇതിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ 1/2k എഴുതി + 1/2k+1 എന്ന് അടുത്ത ടൈം എഴുതിയത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കും, 1 - 1/2k. അപ്പോൾ ഇത് നമുക്ക് സീരീസ് മീൻസ് സം ഓഫ് ടേംസ് ആയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ നമ്മൾ ഇതേ രീതിയിൽ എടുക്കുക. പ്ലസ് ലാസ്റ്റ് ടൈം 1/2k+1. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ RHS 1 - 1/2k+1 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ 1 വരെ കിട്ടി. ഇനി എന്താണ്, 1/2k+1. ഈ ബാക്കിയുള്ള രണ്ട് ടേംസിനെ സിംപ്ലിഫൈ ചെയ്ത് 1/2k+1 ആക്കണം. 1 - 1/2k+1 എന്നാണ് വേണ്ടത്. ഇത് ഈ ഭാഗം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 - 1/2k+1 ആക്കണം. നമുക്ക് ദാറ്റ് ഈസ് 1 മൈനസ്, ഇപ്പോൾ ഇതിനകത്ത് 1/2k ഉണ്ടല്ലോ ഈ രണ്ട് ടേമിലും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/2k 1 - 1/2k പ്ലസ് 1/, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം, 1/2k ഇൻറ്റു 2 എന്നാവുമല്ലോ. അപ്പോൾ 2k 2 വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ 2ൻ്റെ എണ്ണം കൂടും. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2ൻ്റെ എണ്ണം ഒരു പ്രാവശ്യം കൂടെ കൂടി 2k+1 ആവും. വിച്ച് ഈസ് ഈക്വൽ ടു 1 - 1/2k പ്ലസ് 1/2k ഇൻറ്റു 1/2 എന്ന് നമുക്ക് എഴുതാം. 1/2k ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇത് ഓർക്കുക, ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നത് എങ്ങനെ, ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുന്നു, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇത് തന്നെ കിട്ടും നമുക്ക്. ഇനി ഈ രണ്ട് ടേംസിലും 1/2k കോമൺ ആണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. 1 - 1/2k ഇൻറ്റു -1/2k ആണ് ഇപ്പോൾ കോമൺ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 1 വരും, ഗുണിച്ച് കഴിയുമ്പോൾ -1/2k കിട്ടും. ഇനി ഇവിടെ പ്ലസ് ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തെടുക്കണം, -1/2 എന്ന് എടുക്കണം. എന്നാലേ ഈ മൈനസും കൂടെ ഗുണിച്ച് കഴിയുമ്പം എന്ത് കിട്ടുള്ളൂ, +1/2k ഇൻറ്റു 1/2 എന്ന് കിട്ടുള്ളൂ. ഓർക്കുക, ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇതിനോട് തുല്യമായി കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബ്രാക്കറ്റിനകത്ത് മൈനസ് എടുക്കണം. എന്നാലേ ഈ മൈനസും കൂടെ പ്ലസ് ആയി കിട്ടുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു 1 - 1/2k ഇൻറ്റു 1 - 1/2 എത്രയാണ്, 1/2 തന്നെ, 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 - 1/2k ഇൻറ്റു 2 എന്ന് വരും അല്ലേ. ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക, ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു 1 - 1/2k അർത്ഥം എന്താണ്, k ടൈംസ് 2 ഗുണിച്ചിരിക്കുന്നു, അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ കൂടും. അപ്പോൾ 2k+1 നമുക്കുള്ള RHS ആയില്ലേ. നോക്കി, 1 - 1/2k+1 ഈക്വൽ ടു RHS. ഇപ്പോൾ LHS RHS ഈക്വൽ ആയതുകൊണ്ട് എന്താണ്, therefore P(k+1) ഈസ് ട്രൂ എന്ന് നമുക്ക് എഴുതാം. ട്രൂ. therefore by mathematical induction P of n is
ട്രൂ ഫോർ ഓൾ n ബിലോങ്സ് ടു n. എല്ലാ ക്വസ്റ്റിൻ്റെ അവസാനം ഇത് എഴുതണം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ ഈസ് ഇ പി ഓഫ് എൻ 1 cube plus 2 cube plus 3 cube plus etc plus n cube equal to n into n plus 1 by 2 the whole square. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ള അതിൻ്റെ ഇക്വേഷൻ. വെരിഫൈ ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഇതിലെ ഫസ്റ്റ് പാർട്ട് ഇങ്ങനെയും ചോദിക്കാറുണ്ട്. വെരിഫൈ ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. n 1 ആകുമ്പോഴാണ് നമുക്ക് പി ഓഫ് 1 എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എടുത്ത് എഴുതുക. പി ഓഫ് എൻ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഇനി എ പാർട്ട് എന്താണ്? പി ഓഫ് 1 ട്രൂ ആണ്. അപ്പോൾ ഫോർ n ഈസ് ഈക്വൽ ടു 1, n 1 ആകുമ്പോൾ പി ഓഫ് 1 LHS എന്താണ്? പി ഓഫ് 1 1 ഇങ്ങനെ ഇതൊരു സീരീസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ n 1 ആകുമ്പോൾ ഇതിലെ ഫസ്റ്റ് ടേം മാത്രം എടുത്താൽ മതി. LHS നമുക്ക് LHSും RHSും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. LHS എന്ത് വരും? ഈക്വൽ ടു 1 ക്യൂബ് ഈക്വൽ ടു 1. ഇനി RHS എന്ത് വരും? RHS ഈക്വൽ ടു എന്നിന് പകരം ഇവിടെ 1 കൊടുക്കുക. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 by 2 the whole square, that is equal to 1 into 2 by 2 the whole square. 1 into 2 എത്ര? 2 ആണ്. 2 by 2 1 തന്നെ. 1 square equal to 1. അപ്പോൾ LHSും RHSും LHS equal to RHS. therefore P of 1 is true, അല്ലെങ്കിൽ P of n is true for n is equal to 1 നമുക്ക് എഴുതാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓക്കെ. അപ്പോൾ ഓർക്കുക, n 1 ആകുമ്പോൾ അല്ലെങ്കിൽ പി ഓഫ് 1 എടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ടേം, ഫസ്റ്റ് ടേം മാത്രം എടുത്താൽ മതി. ഇനി n 2 ആകുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 ടേംസ് എടുക്കുക. n 3 ആകുകയാണെങ്കിൽ ആദ്യത്തെ 3 ടേംസ് എടുക്കുക. ഇനി നമുക്ക് അടുത്ത എന്താണ്? ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ n ബിലോങ്സ് ടു n. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ സ്റ്റെപ്സ് ഇതൊക്കെയാണ്. പി ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് n 1 ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അടുത്തത് നമ്മൾ ചെയ്യുന്നത് അസ്യൂം ദാറ്റ്, അല്ലെ ഫസ്റ്റ് പാർട്ട് അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അസ്യൂം ദാറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k. അതായത് n k ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ എഴുതുക അസ്യൂം ദാറ്റ് പി ഓഫ് n is true for n is equal to k. n equal to k ആകുമ്പോൾ ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ n equal to p of k ആണല്ലോ. ദാറ്റ് ഈസ് p of k, ദാറ്റ് ഈസ് അസ്യൂം ദാറ്റ് p of k എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് n k ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് എന്ന് എഴുതുക. പി ഓഫ് n വന്നിരുന്നത് n ക്യൂബ് വരെയാണ്. അപ്പോൾ പി ഓഫ് കെ കൊടുക്കുന്നത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് എന്ന് എഴുതുക. ഈക്വൽ ടു ഈ RHSലും n പകരം കെ കൊടുക്കുക. കെ ഇൻറ്റു കെ പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. അതായത് n k പ്ലസ് 1 ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. we have to prove that P of n is true for n is equal to k plus 1. P of k അതായത് n equal to kക്ക് P of n ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ദെൻ നമുക്ക് n equal to k plus 1 P of n ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ടു പ്രൂവ് എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? P of k plus 1
പി ഓഫ് കെ പ്ലസ് വൺ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളുക, ഈ പി ഓഫ് കെയുടെ കൂടെ ഒരു ടേമും കൂടെ ഇവിടെ ആഡ് ചെയ്യണം. അത് കെ പ്ലസ് വൺ ടേംസ് ഉണ്ടാവും. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ഈ ഇവിടം വരെ എഴുതിയിട്ടേ എഴുതാവുള്ളൂ കെ ക്യൂബ് പ്ലസ് അടുത്ത് അങ്ങനെ വരും കെ പ്ലസ് വൺ ഹോൾ ക്യൂബ് ഈക്വൽ ടു ആർ എച്ച് എസിൽ എന്ത് കൊടുക്കണം? ആർ എച്ച് എസിൽ കെക്ക് പകരം കെ പ്ലസ് വൺ കൊടുക്കുക. കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ ബൈ 2 the whole square. That is P of k plus 1. 1 cube plus 2 cube plus etc. plus k cube plus k plus 1 whole cube equal to k plus 1 into k plus 1 plus 1 എന്താണ്? k plus 2 by 2 the whole square. ഇതാണ് അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ എൽ എച്ച് എസ് എടുത്ത് നോക്കാം. എൽ എച്ച് എസ് ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് പ്ലസ് കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ഈക്വൽ ടു. അപ്പോൾ ഇതിൽ നോക്കി ഇത്രയും ടേംസ് ഇത് ഏതിനകത്താണ്? എവിടെ ഉണ്ട്? ഇതിലുള്ളത് തന്നെയല്ലേ? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് ഇതിലാണല്ലോ ഉള്ളതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ സമ്മ് കെ ഇൻറ്റു കെ പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കെ വരെയുള്ള സംഖ്യകളുടെ ക്യൂബ്സിൻ്റെ സമ്മെന്ന് പറയുന്നത് കെ ഇൻറ്റു കെ പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം? കെ ഇൻറ്റു കെ പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. പ്ലസ് അടുത്ത ടേം കെ പ്ലസ് 1 ഹോൾ ക്യൂബ്. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് ആർ എച്ച് എസിൽ എന്താ വേണ്ടത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ കണ്ടോണം. ഇസ് ഈക്വൽ ടു, ഇനി ഇതിനെ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ ഓരോ ടേമായിട്ട് സ്ക്വയർ ചെയ്യാം. കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ, എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ എഴുതിയാൽ മതി, ബൈ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് കെ പ്ലസ് 1 ഹോൾ ക്യൂബ്. വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാൻ രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടണമെങ്കിൽ ഡിനോമിനേറ്റർ കോമൺ ആക്കണം. അപ്പോൾ ഈ 4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ബൈ 4. കോമൺ ഡിനോമിനേറ്റർ ആക്കി 4. ഇനി ഇതിനകത്തുനിന്ന് കെ പ്ലസ്, ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള എന്തൊക്കെയുണ്ട്? ഡിനോമിനേറ്ററിലെ 4 കോമണാണ്. അപ്പോൾ നമുക്ക് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇതിലും ഉണ്ട്, ഇവിടെയും കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ടല്ലോ. കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ആണല്ലോ കെ പ്ലസ് 1 ഹോൾ ക്യൂബ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ബൈ 4. അപ്പോൾ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ രണ്ടിടത്തും കോമൺ ഉണ്ട്, ഡിനോമിനേറ്ററിലെ 4ഉം കോമണാണ്. വിച്ച് ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4, അത് കോമൺ ആയ കാര്യം നമുക്ക് ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഇവിടെ എന്തുണ്ട്? കെ പ്ലസ് 1 ഉണ്ട്. സോറി, കെ പ്ലസ് 1 മാത്രമല്ല 4 ഇൻറ്റു കെ പ്ലസ് 1 ഉണ്ട്. 4 ഇൻറ്റു കെ പ്ലസ് 1, ഈ 4ഉം ഉണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4. ഇതാണ് കിട്ടിയത്. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് ആർ എച്ച് എസ് വേണ്ടത് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്നാണ്. അതിൽ സ്ക്വയർ ഓരോ ടേംസിനായിട്ട് കൊടുക്കുമ്പോൾ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ബൈ 4 എന്ന് വരും. ഈ 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4 നമുക്കുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? കെ പ്ലസ് 2 ഹോൾ സ്ക്വയറും കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ഈ നമുക്കിപ്പോൾ കിട്ടിയ ഈ ടേം കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആണോ? കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്താണ്? കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ നമുക്കറിയാമല്ലോ എന്താണ്? കെ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നല്ലേ? കെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് 2, 4 പ്ലസ് 2ab, 2 ഇൻറ്റു കെ ഇൻറ്റു 2, അപ്പോൾ അത് 4k എന്ന് വരും.
അത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇതെന്താണ്? k+2 ഹോൾ സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു k+1 ഹോൾ സ്ക്വയർ ബൈ 4 ഇൻറ്റു k+2 ഹോൾ സ്ക്വയർ. എന്താ കാരണം നമുക്ക് എഴുതാം. സിൻസ് k² പ്ലസ് 4k പ്ലസ് 4 ഈക്വൽ ടു k+2 ഹോൾ സ്ക്വയർ ആയതുകൊണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇതെല്ലാം സ്ക്വയർ ടേംസ് അല്ലേ, അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് സ്ക്വയർ കൊടുക്കാം. k+1 ഇൻറ്റു k+2 ബൈ 2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു RHS. നമുക്ക് കിട്ടുന്നത് RHS ആയി. അപ്പോൾ LHSഉം RHSഉം ഈക്വലായി. അതുകൊണ്ട് P ഓഫ് n ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k+1. അപ്പോൾ n ഈസ് ഈക്വൽ ടു k ആകുമ്പോൾ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. k ആകുമ്പോൾ ട്രൂ ആണെങ്കിൽ k+1 n ഈസ് ഈക്വൽ ടു k+1നും ട്രൂ ആണ്. അപ്പം ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, therefore ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്കെന്ത് പറയാം? P ഓഫ് n ഈസ് ട്രൂ ഫോർ, എല്ലാ ക്വസ്റ്റിൻ്റെ അവസാനം ഇത് എഴുതിക്കണം, ഈസ് ട്രൂ ഫോർ ഓൾ n ബിലോങ്സ് ടു n, ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. n ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ട്രൂ ആണെന്ന്, P ഓഫ് n ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇനി അടുത്ത n ഈസ് ഈക്വൽ ടു k ആകുമ്പോൾ P ഓഫ് n ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ n ഈസ് ഈക്വൽ ടു k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അങ്ങനെ അത് n ഈസ് ഈക്വൽ ടു k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് n ഈസ് ഈക്വൽ ടു kക്ക് ട്രൂ ആണെന്ന് എടുത്തുകൊണ്ടാണ്. ഇങ്ങനെ ഈ 3 സ്റ്റെപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ n ബിലോങ്സ് ടു n എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് P ഓഫ് n says that 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2. Show that P of n is true. Prove by principle of mathematical induction that P of n is true for all n belongs to n. നമുക്ക് ആൻസർ എഴുതുന്ന ആദ്യം P of n എന്ന് എടുത്ത് എഴുതാം. P of n 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2. അപ്പോൾ ഇതുപോലെ സീരീസ് ആയിട്ട് വരുന്ന, സീരീസ് മീൻസ് സം ഓഫ് ടേംസ് ആയിട്ട് വരുന്ന കേസിൽ നിങ്ങൾ P ഓഫ് 1 എടുക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് P ഓഫ് 1 അല്ലേ വേണ്ടേ? ഫോർ n ഈസ് ഈക്വൽ ടു 1 P ഓഫ് 1. P ഓഫ് 1 എടുക്കുമ്പോൾ LHSൽ ഒരു ടേമേ എടുക്കാവുള്ളൂ. P ഓഫ് 2 ആണ് എടുക്കാൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ 2 ടേംസ് എടുക്കുക. P ഓഫ് 3 ആണ് എടുക്കുന്നതെങ്കിൽ 3 ടേംസ് എടുക്കുക. അപ്പോൾ P ഓഫ് 1 എടുക്കുമ്പോൾ ഒരു ടേമേ എടുക്കാവുള്ളൂ. P ഓഫ് 1 LHS എന്താണ്? LHS ഈക്വൽ ടു 1. ഇനി RHS എന്ത് വരും? RHS ഈക്വൽ ടു, അപ്പോൾ RHSൽ ഈ തന്നിരിക്കുന്നതാണ് RHS. അതിനകത്ത് n-ന് പകരം 1 കൊടുക്കുക. 3 raised to 1 minus 1 by 2 ഈക്വൽ ടു എന്ത് വരും? 3 raised to 1 എത്രയാണ്? 3. 3 minus 1 by 2 ഈക്വൽ ടു 2 by 2 ഈക്വൽ ടു 1. ഇപ്പോൾ LHSും RHSും ഈക്വൽ ആണല്ലോ. LHS ഈക്വൽ ടു RHS. Therefore P of 1 is true. ഇനി ഇത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്തത്. വേണമെങ്കിൽ ഒന്നിച്ച് വേണമെങ്കിലും എഴുതാം. 1 ഈക്വൽ ടു 3 raised to 1 minus 1 by 2 എന്ന് LHS RHS ഈക്വൽ ടു എഴുതാം. അപ്പോൾ അതിലും സൗകര്യം, നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നത് ഇത് നമുക്ക് 2 പാർട്ടായിട്ട് എഴുതുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ട് ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് P ഓഫ് n ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം P ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തു. അപ്പോൾ സെക്കൻഡ് പാർട്ട് ചെയ്യാനായിട്ട് അടുത്ത പേജ് ആയതുകൊണ്ട് ഇതിന് മുകളിൽ P ഓഫ് n എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ സൗകര്യത്തിനായിട്ട് എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ദാറ്റ് P ഓഫ് n ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k. അല്ലെങ്കിൽ നമുക്കതിങ്ങനെ ചുരുക്കി എഴുതാം. അസ്യൂം ദാറ്റ് P ഓഫ് k ഈസ് ട്രൂ. P ഓഫ് k ഈസ് ട്രൂ. P ഓഫ് k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് assume that
പി ഓഫ് കെ എന്താണ്? പി ഓഫ് കെ 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ ലാസ്റ്റ് ടൈമിൽ എന്നിന് പകരം കെ കൊടുക്കുക. അപ്പോൾ 3 k-1 എന്ന് വരും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കെ ടേംസ് ഉണ്ട്. 3 വരുന്ന k-1 ടേംസ്, അത് 3യുടെ പവറിൽ നിന്ന് മനസ്സിലാവും. 3 അങ്ങനെ k-1 വരെ പവർ വരുന്നുണ്ടല്ലോ. അപ്പോൾ 3 വരുന്ന k-1 ടേംസും പിന്നെ അധികമായിട്ട് ഒരു ടേമും കൂടെ ഉണ്ട് 1 വരും. അപ്പോൾ k-1 പ്ലസ് 1 k ടേംസ് ഇവിടെ ഉണ്ടാവും. ഈക്വൽ ടു RHSൽ നമ്മൾ എന്നിന് പകരം k കൊടുക്കുക. 3k-1/2 ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് we have to prove that P of k plus 1 is true. P of k true ആണെങ്കിൽ P of k plus 1 true ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വേണം? ദാറ്റ് ഈസ് ടു പ്രൂവ് ദാറ്റ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? P of k plus 1. P of k plus 1 എങ്ങനെ വരും? 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ്. ഇപ്പം പി ഓഫ് കെ പ്ലസ് 1 എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വന്നിരുന്ന പി ഓഫ് കെ എഴുതിയതിൻ്റെ കൂടെ ഒരു ടേമും കൂടെ കൂട്ടണം. അതായത് 3k-1 k-1 വരെ പി ഓഫ് കെയിൽ വന്നു. പ്ലസ് ഒരു ടേമും കൂടെ. അടുത്ത ടേം എങ്ങനെ വരും? 3k+1 -1 ആണ് അടുത്ത ടേം. കാരണം നോക്കുക, ലാസ്റ്റ് ടൈം എങ്ങനെ 3n-1 എന്നാണ്. k+1 ടേം ആകുമ്പം k+1 -1. ഇത് kth ടേം ആയതുകൊണ്ടാണ് 3k-1 വന്നത്. ഈക്വൽ ടു RHS എന്ത് ചെയ്യണം? RHSൽ എന്നിന് പകരം k+1 കൊടുക്കുക. ദാറ്റ് ഈസ് 3k+1 -1/2. ദാറ്റ് ഈസ് ടു പ്രൂവ്. നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. P of k+1 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3k-1 പ്ലസ് 3k+1 -1. ഈ +1 -1 കൊണ്ട് ക്യാൻസൽ ആവുമല്ലോ. 3k ഈക്വൽ ടു 3k+1 -1/2. ഇനി നോക്ക്, ഇനി നമുക്ക് LHS എടുക്കാം. LHS ഈക്വൽ ടു 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3k-1 പ്ലസ് 3k ഈക്വൽ ടു. അപ്പോൾ ഇത്രയും ഭാഗം നോക്കി, 3k-1 വരെയുള്ളത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3k-1. ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടു 3k-1/2. അപ്പോൾ നമുക്ക് ഈ സമ്മിന് പകരം എന്ത് കൊടുക്കാം? 3k-1/2 കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? 3k-1/2 പ്ലസ് 3k. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നത്? ഇത് വന്നത് പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തേക്കല്ലേ, അതിൽ നിന്നാണ് നമ്മളിത് കൊടുത്തത്. ദെൻ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു, നോക്കുക, ഇത് കോമൺ ഡിനോമിനേറ്റർ ആക്കണമല്ലോ. അപ്പോൾ 3k-1/2 പ്ലസ് 2 × 3k/2. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തുണ്ട്? 1/2 കോമൺ ആണ്. നമുക്ക് വേണ്ടത് 3k+1 -1 എന്നാണ്. നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 2 കൊടുക്കാം. 2 × 3k പ്ലസ് 2 × 3k -1, അതായത് 3k വരുന്ന ടേംസ് അടുപ്പിച്ചെഴുതി. ഈക്വൽ ടു, ഇതിനകത്ത് രണ്ടിനകത്തും 3k കോമൺ ആണല്ലോ. അപ്പോൾ അതിങ്ങനെ എഴുതാം. 3k × ഇവിടെ 1 പ്ലസ് 2 -1/2 ഈക്വൽ ടു 3k × 1 പ്ലസ് 2 എത്രയാണ്? 3k × 1 പ്ലസ് 2 3 × 3 -1/2.
3 ഒരു പ്രാവശ്യം കൂടെ 3 കൊണ്ട് ഗുണിച്ചാൽ ആകെ എത്ര പ്രാവശ്യം? 3 അർത്ഥം k ടൈംസ് 3 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന് ഒരു പ്രാവശ്യം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഇവിടെ 3 കൊണ്ട്. എന്ത് കിട്ടും? 3k+1 കിട്ടും. -1/2 എന്നായി. ഇനി ഇതല്ലേ നമ്മുടെ RHS നമുക്ക് വേണ്ടത്. P(k+1) = RHS. അപ്പോൾ നമുക്ക് എന്തെഴുതാം? therefore P(k+1) is true. P(k+1) ട്രൂ ആയി കഴിഞ്ഞാൽ P(k) ട്രൂ ആണെങ്കിൽ P(k+1) ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. Hence, by principle of mathematical induction, P of n is true for all n belongs to n. Okay.